നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പില് ഈ പ്രകടന പത്രിക ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഇപ്പം ഓരോ പാർട്ടികളും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അപ്പോൾ ഇപ്പം UDF ഒരു 5 പദ്ധതി അവർ നേരത്തെ പ്രഖ്യാപിച്ചു. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുക, ബാക്കിയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നത് പ്രകടന പത്രിക കാത്തിരിക്കുക. ഇപ്പൊ LDF ഒരു പ്രകടന പത്രികയുടെ ചില കാര്യങ്ങൾ ഇന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ മാത്രം. അത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കൗതുകം തോന്നിയത് KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇവരെല്ലാം ഈ സ്ത്രീകൾക്കാണ് വാരിക്കോരി അങ്ങ് കൊടുക്കാൻ പോകുന്നത്. UDF പറഞ്ഞ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ആ ഒരു സംവിധാനം നൽകുമെന്ന് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പറഞ്ഞത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്, അഖിലേന്ത്യാ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. അന്ന് അതിനെയൊക്കെ പുച്ഛിച്ചതാണ്. അന്ന് ഗതാഗത മന്ത്രി തന്നെ പറഞ്ഞത് KSRTC വ്യവസായം തന്നെ നഷ്ടത്തിലാവും, അത് ഇല്ലാതാവുമെന്ന്. അപ്പൊ ആ മുന്നണിയാണ് ഇപ്പോൾ ഇവർക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇത് പ്രകടന പത്രിക ഇറങ്ങിയില്ല, ഇറങ്ങാൻ പോകുന്നതിന് മുമ്പേ അതിന്റെ ചില ഹൈലൈറ്റുകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിനെങ്ങനെയായിരിക്കും അതിനെ കാണുന്നത്? അത് എനിക്ക് തോന്നുന്നത് ഈ പ്രകടന പത്രികയ്ക്ക് മുമ്പ് തന്നെ പ്രഖ്യാപനങ്ങൾ പലതും വന്നു. രാഹുൽ ഗാന്ധി വന്ന 5 പദ്ധതി പ്രഖ്യാപിച്ചു. അതിലാണ് ഈ ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര, പിന്നെ വനിതകൾക്ക് തന്നെ പിന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപം, ഇങ്ങനെ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. 5 ഇനത്തിൽ 5 ലക്ഷം രൂപ വെച്ച് എല്ലാ സംരംഭകർക്കും പലിശയില്ലാതെ വായ്പ, 25 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ, ഇങ്ങനെയുള്ള ഒത്തിരി ഈ കാര്യങ്ങൾ അവർ. സൗജന്യ ചികിത്സ എന്ന് പറഞ്ഞാൽ സൗജന്യ ഇൻഷുറൻസിലൂടെ ചികിത്സ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വിരളി പിടിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ പ്രഖ്യാപനങ്ങളുമായിട്ട് LDF വരാൻ പോകുന്നത്. പക്ഷെ ഇത് വളരെ തമാശയാണ്. കാരണം ബെന്നി പറഞ്ഞതുപോലെ ഈ സൗജന്യ ബസ് യാത്ര അങ്ങേയറ്റം അതിനെ പരിഹാസത്തോടെ കണ്ട ഗതാഗത മന്ത്രിയും ഈ സർക്കാരും ഒക്കെ വീണ്ടും അതേ സൗജന്യ യാത്ര എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അത്ഭുതമുണ്ട്. അത് തീർച്ചയായിട്ടും ആളെ ഒരു പരിഹാസപാത്രമായി മാറും. മാത്രമല്ല ഇപ്പൊ ഉത്തരേന്ത്യയിലെ ഒരു രീതിയാണ്, നമ്മൾ പിന്നീടത് ദക്ഷിണേന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതിയാണ്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് വാരിക്കോരി ഫ്രീ ബീസ് കൊടുക്കുക. അത് സർക്കാരിന് വളരെ എളുപ്പമാണ്. സർക്കാരിന് ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്താൽ മതി പലതും, അല്ലെങ്കിൽ ഖജനാവിൽ നിന്ന് പ്രഖ്യാപിച്ചാൽ മതി. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പലപ്പോഴും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കയ്യിൽ ഭരണമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവർ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഇത് വോട്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അത് UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, BJP ആണെങ്കിലും ശരി, വോട്ട് തട്ടാൻ വേണ്ടി നടത്തുന്ന ഒരു ഇതാണ്. പക്ഷെ അത് തമ്മിൽ ഒരു മത്സരമാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ അതിന് ബെനിഫിഷ്യറീസ് ജനങ്ങളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീകള്, കാരണം സ്ത്രീകള് കുറച്ചുകൂടെ വൈകാരികമായിട്ട് ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുമെന്നും സ്ത്രീകളുടെ ഇന്ന് ഈ വോട്ട് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് കരുതുന്നുണ്ടായിരിക്കും അത് ചെയ്യുന്നത്. പക്ഷെ നടക്കുമോ ഇല്ലയോ നമുക്ക് നോക്കാം. സ്ത്രീകൾക്ക്, ഞാനിത് കേട്ടപ്പോ എനിക്ക് കൗതുകം തോന്നിയത്, ഈ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ വാരിക്കോരി ഇങ്ങനെ കൊടുക്കുന്നത്, അത് പ്രഖ്യാപിക്കുന്നത് എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയാണ്. അതിൽ ഏറ്റവും വലിയ തമാശ തന്നെ 3000, ഇപ്പൊ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ, 3500 രൂപയാക്കും ക്ഷേമ പെൻഷൻ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സ്ത്രീകളോട് ഇത്രമാത്രം ഇഷ്ടമാണെങ്കിൽ, സ്ത്രീകളുടെ ക്ഷേമമാണ് ഇത്രയും ലക്ഷ്യമെങ്കിൽ, എന്തുകൊണ്ടാണ് പാർലമെന്റ് ആ നിയമം ഒന്ന് പാസ്സാക്കി 33% പേർക്ക് സ്ത്രീകൾക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള സംവരണം ഏർപ്പെടുത്താത്തത്? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആനുപാതികമായിട്ടുള്ള സീറ്റ് കൊടുക്കാത്തത്? അപ്പൊ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നെങ്കിൽ അതോടെ കൊടുത്തുകൂടെ? ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആവശ്യമാണ്. അതിന് രസകരമായ ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. എല്ലാവരും നേതാക്കൾ സ്ത്രീവേഷം കെട്ടി നിൽക്കുന്നു, അവരുടെ സാരി എടുത്ത് മനോഹരമായി. അത് ആര് ചെയ്താലും അത് സൂപ്പറായിരിക്കുന്നത്. അതിനകത്ത് VD സതീശന്, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, മുരളീധരൻ വരെയുണ്ട്, മുരളീധരന്, KC വേണുഗോപാൽ, എല്ലാവരും ഉണ്ട്. അത് ചെയ്ത അവന്റെ മൂള സൂപ്പറായിരിക്കും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ അവമതിക്കപ്പെടേണ്ട കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ രസകരമായ കാർട്ടൂണുകളും രസകരമായ കമന്റുകളും വരുന്നുണ്ടെന്നുള്ളത് ഇത് ആരും കണ്ടാലും ഇത് ചിരിക്കും. കാരണം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികളാണ് എല്ലാരും. അതെ, അവരുടെ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത്. അവരല്ല സാരി, ലേഖനത്തിന് പകരം ഒറ്റ കാർട്ടൂൺ സൂപ്പറായിട്ട് സാരി കൊടുത്ത് നല്ല സൂപ്പറായിട്ട് അത് ആയിട്ടുണ്ട്.
അപ്പൊ എന്നാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ആദ്യഘട്ടത്തില് ഈ ഡീലായിരുന്നു വിഷയം. അത് ശരിക്കും അജണ്ട സെറ്റ് ചെയ്തത് വി.ഡി. സതീശനാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതിൽ കിടന്ന് കറങ്ങായിരുന്നു ഇതുവരെ. പ്രതിപക്ഷം മറുപടി പറഞ്ഞു ഇപ്പൊ അത് അല്ല ഇപ്പൊ പോയി. ഇപ്പൊ രാഹുൽ ഗാന്ധി നേരിട്ട് ഇത്തവണ പിന്നെ ഡീലിനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് ഡീലിനെ കുറിച്ചായിരുന്നു. പക്ഷെ ഇത്തവണ ഡീലിനെ കുറിച്ച് പറയാതെ രാഹുൽ ഗാന്ധി അജണ്ട ഒന്ന് മാറ്റിയിട്ട് രാഹുൽ ഗാന്ധി ഈ ശബരിമല വിഷയത്തിലേക്ക് കടന്നു. പ്രധാനമന്ത്രി അറ്റാക്ക് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പിന്നെ മോദി കേരളത്തിൽ വന്നിട്ട് ഈ ശബരിമലയെ കുറിച്ച് ഒറ്റ അക്ഷരം മിണ്ടിയിട്ടില്ല. ശബരിമല എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലും കള്ളം കാണിച്ചവരെല്ലാം വെറുതെ വിടത്തില്ല എന്നൊക്കെ അതെങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്. ആരാധനാലയങ്ങളിൽ നിന്ന് പണം അടിച്ചു മാറ്റിയവര് ആ പണം ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ട് അത് ക്ഷേമപ്രവർത്തനം നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. പണ്ടും അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ പണം ഞങ്ങൾ തിരിച്ചു പിടിച്ചിട്ട് ഞങ്ങൾ അത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ വേറൊരു സാരമായ ഒരു കാര്യം ഇറങ്ങി രാഹുൽ ഗാന്ധി പറഞ്ഞു സ്വർണം കട്ടതാരപ്പ മലയാളത്തിൽ പറഞ്ഞു. അത് പക്ഷേ പല പത്രങ്ങളും തലക്കെട്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വീണ്ടും ശബരിമല വിഷയം സജീവമായിക്കൊണ്ട് വരികയാണ്. കാരണം അത് ആളുകളുടെ മനസ്സിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള. ഇന്നലെ അതിന്റെ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു വീഡിയോ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടെ പിന്നെ CPM ചെയ്ത് അത് വീട്ടിൽ പോയി ചോദിക്കാൻ. അതിന്റെ കൂട്ടത്തില് മുഖ്യമന്ത്രി അത് വീട്ടിൽ പോയി ചോദിക്കാം. എന്തായാലും ഒരു കാര്യം, മുഖ്യമന്ത്രി ആവശ്യത്തിന് സംഭാവന നൽകുന്നുണ്ട് അല്ലേ? വീട്ടിൽ പോയി ചോദിക്കുക, ചെറ്റ തരം പറയുക, പുതിയ വാക്കുകളും പുതിയ സംസ്കാരവും എല്ലാം ജനങ്ങളിലേക്ക് സംഭാവന ചെയ്ത് അങ്ങ് തള്ളി മറിക്കുകയാണ്. അതൊരു നല്ല കാര്യമില്ല. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത് അദ്ദേഹം ചെയ്യുന്നത് നല്ലൊരു സംഭാവനയല്ലേ? തീർച്ചയായിട്ടും. കേൾക്കാത്ത ന്യൂ ജനറേഷന്, പുതുതലമുറയ്ക്ക് അതൊക്കെ അത് ഇങ്ങനെയല്ല ആളുകൾ പ്രയോഗങ്ങൾ പഠിക്കുന്നത് അല്ലേ? ഇത് ക്ലാസ്സിൽ എത്ര തവണ പഠിച്ചാലും പിള്ളേർ മറന്നുപോകും. പരീക്ഷയ്ക്ക് ഇത് പറഞ്ഞു വാക്യത്തിൽ പ്രയോഗിക്കുക ചെറ്റത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇനി ഒരു സംശയമില്ല. കണക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് പിണറായി വിജയനെ ഓർമ്മ വരുന്നത്. എന്നാലും പരന്നാറിയൊന്നും വേണ്ട പിള്ളേർക്ക്. അത് അത്തരം വാക്കുകൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഡിക്ഷണറിയിൽ തന്നെ മാറ്റുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കണ്ടുകൊണ്ട് എത്ര പേര് വോട്ട് ചെയ്യും? അങ്ങനെ വോട്ട് ചെയ്യാനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ BJP ജയിച്ചേനെ. എന്തെല്ലാം വാഗ്ദാനങ്ങളായിരിക്കും ഒരു BJP കൊടുക്കുന്നത്. അല്ല പിന്നെ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ ഈ പദ്ധതി പ്രഖ്യാപനങ്ങളല്ല, ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചാലുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ബസ് യാത്ര സൗജന്യം, അതുമല്ലെങ്കിൽ ഈ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം കിട്ടുക മാസം തോറും, അല്ലെങ്കിൽ പെൻഷൻ ആനുകൂല്യം 3000-4000 ആക്കുക. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ വോട്ട് വീഴും ഇല്ലെന്ന്. പക്ഷെ എത്രമാത്രം വോട്ട് വീഴും എന്നുള്ളതല്ല, ദർ വിൽ ബി എ മാർജിനൽ ഷിഫ്റ്റ്. അത് യാതൊരു സംശയമില്ല. കാരണം നമ്മുടെ ആളുകൾക്കെല്ലാം വെറുതെ കിട്ടുന്നില്ല ആളുകളുടെ താല്പര്യം. അത് നിങ്ങൾ നോക്കിയ ഈ കിറ്റ് എന്ന് വന്നപ്പം ആ കിറ്റിന്റെ പേര് വോട്ട് ചെയ്തത് പാവപ്പെട്ടവർ മാത്രമൊന്നുമല്ല, എല്ലാ സമ്പന്നരുടെ വീടുകളിൽ നിന്നും സ്ത്രീകൾ വളരെ ആഘോഷമായിട്ട് ആ കിറ്റ് മേടിക്കുകയും അവരൊക്കെ തന്നെ അവരുടെ മനസ്സ് മാറ്റം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇറ്റ് വാസ് എ വെരി ഗുഡ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതൊക്കെ വിജയിച്ച ഓരോ കാര്യം. ഇനിയിപ്പം നമ്മൾ അതിനെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ ഐ വാസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. പക്ഷെ എന്റെ ഒരു സംശയം, എനിക്കിത് കേട്ടപ്പോ ഒരു സംശയം തോന്നി. ഇപ്പൊ 2000 രൂപ വരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന സർക്കാർ ഇനി വീണ്ടും 3ാം ഭരണത്തിൽ വരുമ്പോൾ ഇത് എന്റെ തനിയാവർത്തനമായിരിക്കുമല്ലോ. അപ്പം ഇത് 3500 രൂപ എങ്ങനെ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. പ്രകടന പത്രികയെ കുറിച്ച് ചോദ്യങ്ങൾ പാടില്ല. മറുപടി പ്രകടന പത്രിക അത് മുഖ്യമന്ത്രി പറയില്ല, ആരും പറയില്ല. ഇത് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിയുമ്പോഴല്ലേ ബാക്കി കാര്യം. അതുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, UDF പ്രകടന പത്രികയെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ എങ്ങനെയും ഒക്കെ നടപ്പാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസ്റ്റീഷ്യോ. ഇനി ഇലക്ഷൻ വരുന്നുണ്ടല്ലോ. CPM സംബന്ധിച്ച് വേറെ ഇല്ല. അവർക്ക് ഇനി ഇതിവിടെ നടപ്പാക്കിയില്ലെങ്കിൽ അവർക്ക് ഇനി അടുത്ത ഇലക്ഷൻ പോകുമ്പോഴത്തേക്ക് ചോദ്യം വരും. അതുകൊണ്ട് എവിടുന്നെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിലും അവര് ഇത് കുറെ കാലങ്ങളിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പ്രകടന പത്രികയെ കുറിച്ച് നോ കമന്റ്സ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല പാടില്ലെന്നല്ല, ചോദിച്ചിട്ട് കാര്യമില്ല. പാടില്ല എന്ന് പറയുന്നതിനൊരു ഉദാഹരണമാണ് ഇന്നലെ മുഖ്യമന്ത്രി കൊല്ലത്ത് കാണിച്ചത്. അവിടെ ദേശാഭിമാനിയുടെയും കൈരളിയുടെയും റിപ്പോർട്ടർമാർ ചോദിച്ച ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി പൊക്കളഞ്ഞു. അത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ്. പക്ഷെ ഇത്തവണ എന്തുകൊണ്ടാണ് എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. കേരളത്തിലും മാധ്യമപ്രവർത്തകർ അങ്ങനെ ഒരാൾ അങ്ങനത്തെ ചോദ്യം എനിക്ക് തോന്നുന്നത്
ഇദ്ദേഹം ഭരണത്തിൽ നിന്നൊക്കെ മാറാൻ പോകുന്ന തോന്നിയോണ്ടുള്ള ധൈര്യത്തിലാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ പിണറായി ഇങ്ങനെ തിരിച്ചു വരുന്ന ആളല്ല. എനിക്കൊന്ന് ഇലക്ഷൻ ടൈം ആയതുകൊണ്ടാണ്. ഏതായാലും പ്രകടന പത്രിക എന്തായാലും വരട്ടെ. വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അന്നേരം